ഹായ് ഫ്രണ്ട്സ്, പുതിയ ഒരു ഇതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ 2025 SSCGD എക്സാമിൻ്റെ കട്ട് ഓഫ് മാർക്കുകളുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ. അപ്പോൾ നിങ്ങളാരും എക്സാമിനേഷൻ്റെ റിസൾട്ട് വന്ന കാര്യത്തെ പറ്റിയിട്ട് അറിഞ്ഞു കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിൻ്റെ റിസൾട്ട് കഴിഞ്ഞ ദിവസം പബ്ലിഷ് ചെയ്തിരുന്നു. അപ്പോൾ ഈ ഒരു എക്സാമിനേഷൻ്റെ കട്ട് ഓഫ് മാർക്കുകളുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളാരും വീഡിയോ അവസാനം വരെ കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഈ ഒരു എക്സാമിനേഷൻ എഴുതിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ അവരിലേക്കും ഷെയർ ചെയ്തെടുക്കുക. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ ചെയ്ത ബെല്ലൈക്കനിൽ ഓൾ എനേബിൾ ചെയ്താൽ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ടെലിഗ്രാം, വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് ഫീമെയിൽസിൻ്റെ കട്ട് ഓഫ് നോക്കാം. ആദ്യം ജനറൽ ഏരിയയിലെ ഫീമെയിൽസിൻ്റെ കട്ട് ഓഫ് നോക്കാം. ജനറൽ കാറ്റഗറിക്ക് 95.68 മാർക്കാണ് കട്ട് ഓഫ് ആയിട്ട് വന്നിട്ടുള്ളത്. OBC കാറ്റഗറിക്ക് 101.81 മാർക്കാണ് കട്ട് ഓഫ് ആയിട്ട് വന്നിട്ടുള്ളത്. ഇനി അടുത്ത ഷെഡ്യൂൾഡ് കാസ്റ്റിന് 83.5 മാർക്കാണ് കട്ട് ഓഫ് ആയിട്ട് വന്നിട്ടുള്ളത്. ഇനി അടുത്ത EWS എക്കണോമിക് വീക്കർ സെക്ഷന് 72.5 മാർക്കാണ് കട്ട് ഓഫ് ആയിട്ട് വന്നിട്ടുള്ളത്. ഇനി അടുത്ത ഷെഡ്യൂൾഡ് ട്രൈബൽ കാൻഡിഡേറ്റ്സ് നോക്കുകയാണെങ്കിൽ 74.64 മാർക്കാണ് കട്ട് ഓഫ് ആയിട്ട് വന്നിട്ടുള്ളത്. ഇങ്ങനെയാണ് ജനറൽ ഏരിയയിലെ ഫീമെയിൽസിൻ്റെ കട്ട് ഓഫ്. ഇനി അടുത്ത നക്സൽ ഏരിയയിലെ ഫീമെയിൽസിൻ്റെ കട്ട് ഓഫ് മാർക്കുകൾ നോക്കുകയാണെങ്കിൽ ജനറൽ കാറ്റഗറിക്ക് 48.1 മാർക്കാണ് കട്ട് ഓഫ് ആയിട്ട് വന്നിട്ടുള്ളത്. ഇനി അടുത്ത OBC കാൻഡിഡേറ്റ്സിന് 44.43 മാർക്കാണ് കട്ട് ഓഫ് ആയിട്ട് വന്നിട്ടുള്ളത്. ഇനി അടുത്ത ഷെഡ്യൂൾഡ് കാസ്റ്റിന് നോക്കുകയാണെങ്കിൽ 34.70 മാർക്കാണ് കട്ട് ഓഫ് ആയിട്ട് വന്നിട്ടുള്ളത്. EWS നോക്കുകയാണെങ്കിൽ 48.96 മാർക്കാണ് കട്ട് ഓഫ് ആയിട്ട് വന്നിട്ടുള്ളത്. ഇങ്ങനെയാണ് ഫീമെയിൽസിൻ്റെ നക്സൽ ഏരിയയിലെ കട്ട് ഓഫ്. ഇനി അടുത്ത മെയിൽസിൻ്റെ കട്ട് ഓഫ് നോക്കുകയാണെങ്കിൽ ആദ്യം ജനറൽ ഏരിയ നോക്കാം. ജനറൽ കാറ്റഗറിക്ക് 58.84 മാർക്കാണ് കട്ട് ഓഫ് ആയിട്ട് വന്നിട്ടുള്ളത്. OBC കാൻഡിഡേറ്റ്സിന് 58.72 മാർക്കാണ് കട്ട് ഓഫ് ആയിട്ട് വന്നിട്ടുള്ളത്. ഇനി അടുത്ത ഷെഡ്യൂൾഡ് കാസ്റ്റിന് 50.94 മാർക്കാണ് കട്ട് ഓഫ് ആയിട്ട് വന്നിട്ടുള്ളത്. ഇനി അടുത്ത ഷെഡ്യൂൾഡ് ട്രൈബൽ കാൻഡിഡേറ്റ്സ് നോക്കുകയാണെങ്കിൽ 43.5 മാർക്കാണ് കട്ട് ഓഫ് ആയിട്ട് വന്നിട്ടുള്ളത്. ഇനി അടുത്ത എക്കണോമിക് വീക്കർ സെക്ഷൻ അതായത് EWS കാൻഡിഡേറ്റ്സിന് 40.01 മാർക്കാണ് കട്ട് ഓഫ് ആയിട്ട് വന്നിട്ടുള്ളത്. ഇനി അടുത്ത ESM നോക്കുകയാണെങ്കിൽ 32.49 മാർക്കാണ് കട്ട് ഓഫ് ആയിട്ട് വന്നിട്ടുള്ളത്. ഇങ്ങനെയാണ് മെയിൽസിൻ്റെ ജനറൽ ഏരിയയിലെ കട്ട് ഓഫ്. ഇനി അടുത്ത മെയിൽസിൻ്റെ നക്സൽ ഏരിയയിലെ കട്ട് ഓഫ് നോക്കുകയാണെങ്കിൽ ജനറൽ കാറ്റഗറിക്ക് 48.01 മാർക്കാണ് കട്ട് ഓഫ് ആയിട്ട് വന്നിട്ടുള്ളത്. ഇനി അടുത്ത OBC കാൻഡിഡേറ്റ്സിന് നോക്കുകയാണെങ്കിൽ 40.08 മാർക്കാണ് കട്ട് ഓഫ് ആയിട്ട് വന്നിട്ടുള്ളത്. ഇനി അടുത്ത ഷെഡ്യൂൾഡ് കാസ്റ്റിന് നോക്കുകയാണെങ്കിൽ 32.06 മാർക്കാണ് കട്ട് ഓഫ് ആയിട്ട് വന്നിട്ടുള്ളത്. EWS എക്കണോമിക് വീക്കർ സെക്ഷന് 40.48 മാർക്കാണ് കട്ട് ഓഫ് ആയിട്ട് വന്നിട്ടുള്ളത്. ഇനി അടുത്ത ഷെഡ്യൂൾഡ് ട്രൈബൽ കാൻഡിഡേറ്റ്സ് നോക്കുകയാണെങ്കിൽ 38.76 മാർക്കാണ് കട്ട് ഓഫ് ആയിട്ട് വന്നിട്ടുള്ളത്. ഇങ്ങനെയാണ് മെയിൽസിൻ്റെ നക്സൽ ഏരിയയിലെ കട്ട് ഓഫ്. ഇപ്പോൾ നിങ്ങൾക്ക് SSCGD എക്സാമിനേഷൻ്റെ കട്ട് ഓഫ് മാർക്കുകളുമായി ബന്ധപ്പെട്ട ഏകദേശം ഐഡിയ ലഭിച്ചു കാണും എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നിങ്ങൾ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്തിട്ടുള്ള എത്ര വേഗം നിങ്ങളുടെ റിസൾട്ട് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ എക്സാമിനേഷൻ പാസ്സായിട്ടുണ്ടെങ്കിൽ ആ ഒരു വിവരം താഴെ കമൻറ്റിലൂടെ അറിയിക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.